നമസ്കാരം. ചരിത്രത്തിലാദ്യമായി BJP നഗരസഭാ ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തലസ്ഥാനത്തെത്തുമ്പോൾ BJPയുടെ മേയർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്ന ആ കാഴ്ച കാണാൻ ഏവരും ഉറ്റുനോക്കിയിരുന്നു. കേരളത്തിൽ ആദ്യമായിട്ടാണ് നഗരസഭ BJP പിടിച്ചെടുക്കുന്നത്. പ്രധാനമന്ത്രി സംസ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ മേയർ സ്വീകരിക്കാറുണ്ട്. അതായത് ആ നഗരത്തിലെ തലവൻ അല്ലെങ്കിൽ ആ നഗരത്തിലെ നാഥൻ എന്ന നിലയിൽ മേയർ സ്വീകരിക്കാറുണ്ട്. ആര്യ രാജേന്ദ്രൻ പലകുറി മേയറായി നിന്നപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലും തിരുവനന്തപുരത്തൊക്കെ എത്തുമ്പോഴും ആര്യ രാജേന്ദ്രൻ സ്വീകരിക്കാനായി പോയിട്ടുണ്ട്. പക്ഷേ ആ ചരിത്ര നിമിഷം VV രാജേഷ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ പോയി സ്വീകരിക്കുന്ന ആ ചരിത്ര നിമിഷം ഉണ്ടായേക്കില്ല എന്ന സൂചനകൾ പുറത്തു വരികയാണ്. വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി സ്വീകരിക്കുന്ന വിശിഷ്ട വ്യക്തികളുടെ പട്ടികയിൽ മേയർ VV രാജേഷ് ഉൾപ്പെട്ടിട്ടില്ല. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഉന്നത ഉദ്യോഗസ്ഥർ, NDA നേതാക്കൾ തുടങ്ങി 22 പേരാണ് സ്വീകരണ പട്ടികയിൽ ഉള്ളത്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന 2 പൊതുപരിപാടികളിലും താൻ വേദിയിലുള്ളതിനാലാണ് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി വിമാനത്താവളത്തിലെ സ്വീകരണം ഒഴിവാക്കിയതെന്ന് മേയറുടെ ഓഫീസും വിശദീകരിച്ചു. നഗരസഭാ ഭരണം ലഭിച്ചാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ നഗരത്തിലെത്തിക്കുമെന്ന BJP നേതൃത്വത്തിന്റെ വാഗ്ദാനം പാലിക്കപ്പെടുന്ന സന്ദർശനമാണ് ഇത്. മേയർ VV രാജേഷ് നഗരവികസനത്തിനായുള്ള സമഗ്ര രേഖ ചടങ്ങിൽ പ്രധാനമന്ത്രിക്ക് കൈമാറും. അതോടൊപ്പം കേരളത്തിന് അനുവദിച്ച 4 പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും അദ്ദേഹം നിർവഹിക്കും. തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ഹൈദരാബാദ്, നാഗർകോവിൽ മംഗളൂരു എന്നീ അമൃത് ഭാരത് ട്രെയിനുകളും ഗുരുവായൂർ തൃശൂർ പാസഞ്ചറുമാണ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുന്നത്. BJP മേയർ മോദിയെ സ്വീകരിക്കുമെന്നായിരുന്നു പ്രചരണം. എന്നാൽ ഉദ്ഘാടന വേദിയിലെ സംവിധാനങ്ങൾ ഒരുക്കാനും മുന്നിലുള്ളത് മേയർ തന്നെയാണ്. ഇതുകൂടി പരിഗണിച്ചാണ് മേയർ വിമാനത്താവളത്തിലേക്ക് പോകാത്തത്. BJPയുടെ തീരുമാനം കൂടിയാണ് ഇത്. വൈകുന്നേരം ഓവർബ്രിഡ്ജ് മുതൽ പുത്തരിക്കണ്ടം മൈതാനം വരെ നീളുന്ന വൻ റോഡ് ഷോയും തുടർന്ന് BJPയുടെ പൊതുസമ്മേളനവും നടക്കും. ഇതിന് മുന്നോടിയായി നഗരത്തിൽ കർശന ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഒരു പ്രമുഖ നേതാവ് ഇന്ന് BJPയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിന് ഈ സന്ദർശനത്തിന് രാഷ്ട്രീയമായി വലിയ പ്രാധാന്യവുമുണ്ട്. ഇതും രാജേഷിന്റെ വിട്ടുനിൽക്കലിന് കാരണമായി എന്നാണ് വിലയിരുത്തൽ.